ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനും നമ്മൾ മറന്നുപോയ പലതും ഓർത്തുവെക്കുവാനും ഈ സ്വപ്നങ്ങളുടെ യാത്രയിലൂടെ സാധിച്ചാൽ ഞങ്ങളുടെ ദൗത്യം സഫലീകരിച്ചു എന്ന് വിശ്വസിക്കുവാൻ കഴിയും. ദീക്ഷ ഒരു സംസ്കൃത വാക്കാണ്. വിശ്വാസത്തെ അംഗീകരിക്കുക എന്നതാണ് മലയാളത്തിൽ അർത്ഥം. 1956 ഒക്ടോബർ 14 വിജയദശമി ദസറ നാളിൽ 10,000-കണക്കിന് അനുയായികളുമായി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ നാഗ്പൂരിലെത്തി ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായി. ആ വിശ്വാസം ഊട്ടിയുറപ്പിച്ച മണ്ണ് എന്ന പേരിലാണ് ദീക്ഷഭൂമി എന്ന് അറിയപ്പെടുന്നത്. ഡോക്ടർ അംബേദ്കറുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിലൊന്നാണ് നാഗ്പൂരിലെ ദീക്ഷഭൂമി, മറ്റൊന്നാണ് മുംബൈയിലെ ചൈത്യഭൂമി. എല്ലാ വർഷവും വിജയദശമി നാളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുപോലും വിശ്വാസികളും വിനോദസഞ്ചാരികളും ഇവിടെ എത്താറുണ്ട്. 1956 ഡിസംബർ 6 ഡോക്ടർ അംബേദ്കർ ദിവംഗതനായതിനു ശേഷം ദീക്ഷഭൂമി മാനേജിംഗ് കമ്മിറ്റി അംബേദ്കറുടെ സ്മരണ നിലനിർത്തുവാനും അദ്ദേഹം അനുയായികളുമായി ബുദ്ധമതം സ്വീകരിച്ച സമ്മേളന നഗരിയെ ഓർമ്മിക്കുവാനും വേണ്ടി ഡോക്ടർ അംബേദ്കർ സ്മാരക സമിതി രൂപീകരിച്ചു. ഒരു സ്തൂപം നിർമ്മിക്കുവാൻ സമിതി തീരുമാനിക്കുകയും ചെയ്തു. സ്തൂപത്തിന്റെ നിർമ്മാണ പ്രവർത്തനം 1978 ആരംഭിച്ചത്. 23 വർഷം വേണ്ടിവന്നു ഈ സ്തൂപ നിർമ്മാണം പൂർത്തിയാക്കാൻ. 2001 ഡിസംബർ 18 ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും മലയാളിയുമായ KR നാരായണനാണ് ജനങ്ങൾക്കു വേണ്ടി ഇത് തുറന്നുകൊടുത്തത്. ബുദ്ധവിഹാർ, ഭിക്ഷു നിവാസ് എന്നിവയും അതുകൂടാതെ ബോധിവൃക്ഷവും ഈ സ്തൂപത്തിന് സമീപത്തായുണ്ട്. ബുദ്ധവിഹാറിന്റെ തൊട്ടുപിറകിലായി ബോധിവൃക്ഷം സ്ഥിതി ചെയ്യുന്നു. ഇത് ശ്രീലങ്കയിലെ അനുരാധപുരം എന്ന സ്ഥലത്തു നിന്നും ആനന്ദ് കൗസല്യായൻ എന്ന വിശ്വാസി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ്. ദീക്ഷഭൂമി ഇന്ന് ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. വിജയദശമി, ദസറ തുടങ്ങിയ വടക്കേ ഇന്ത്യൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുന്ന വിദേശികളുടെയും സ്വദേശികളുടെയും പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് ഇവിടം. പ്രധാനമായും ജപ്പാൻ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും വിശ്വാസികളുമാണ് കൂടുതലായും ഇവിടെ എത്തിച്ചേരുന്നത്. എക്സ്ക്യൂസ് മീ, മലയാളിയല്ലേ? അതെ. കണ്ടപ്പോൾ എനിക്ക് വന്നു. ഞാൻ കലാപൂർ റഹ്മാൻ. ഞാൻ ഈ കൈരളി പീപ്പിൾ ചാനലിന് വേണ്ടി വന്നിരിക്കുന്നു. മറുനാടൻ മലയാളിയുടെ പ്രോഗ്രാമാണ് സ്വപ്നങ്ങളുടെ യാത്ര. ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിയാണ്. ആണല്ലേ? വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ്. നാട്ടിലെവിടെ? നാട്ടിൽ ചെങ്ങന്നൂർ. പേര്? എൻ്റെ പേര് RR പിള്ളை. മാഡം? ഇവിടെ നാഗ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ അംബേദ്കറുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന് വിശദീകരിച്ചു തരാം. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ മരത്തിൻ്റെ ഇത് ബോധിവൃക്ഷമാണ് ഇവിടുത്തെ. ബോധിവൃക്ഷം. ഈ വൃക്ഷം 1968 അനന്ത കൗശല്യായൻ എന്ന ബുദ്ധഭിക്ഷു ശ്രീലങ്കയിലെ അനുരാധപുരം എന്ന സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് വെച്ച വൃക്ഷമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫീമെയിലാണ്. മെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിൻ്റെ ഇല വലുതായിരിക്കും. ചെറിയ ഇലയാണ്. ചെറിയ ഇലയാണ്. ഇത് ഫീമെയിലാണ്. ഇതിൽ കായകളുണ്ടാകും. മറ്റു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഇത് ഈ തോമ്പ് ഇതിനകത്ത് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഇവിടെ 10 വർഷക്കാലമായി ഏകദേശം അതിനാപറേഷൻ ചെയ്ത് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന KR നാരായണൻ സാറാണ്. നമ്മുടെ നാട്ടുകാരൻ തന്നെ. പിന്നെ ഇവിടെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ദീക്ഷയെടുത്ത ദിവസം ബാബാ സാഹേബ് അംബേദ്കർ, ദീക്ഷ എന്ന് പറയുന്ന സന്യാസമാണ്, ബുദ്ധമതം സ്വീകരിച്ച ദിവസം. അത് 1956 ഒക്ടോബർ 14. അപ്പം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു ദസറ ദിവസമായിരുന്നു. 1956 ഒക്ടോബർ 14 ദസറ ദിവസമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 2 രീതിയിൽ ആൾക്കാർ അത് ആഘോഷിക്കുന്നുണ്ട്. വളരെ കൂടുതൽ പേരും 14 ഒക്ടോബർ 14 ദസറയാണത് ആഘോഷിക്കുന്നത് കൂടുതലായിട്ട്. ഒരു കുറച്ച് വിഭാഗമായി വരുന്ന ആൾക്കാർ
ആ ഡേറ്റ് ആഘോഷിക്കുക. ആ ദസറയുടെ കാലഘട്ടത്തിൽ ഇവിടെ ആഘോഷം ഉണ്ടാവും. ദസറയുടെ ദിവസം അതേ ദിവസമാണ് ഇവിടെ അദ്ദേഹം അന്ന് 1956 ഏകദേശം 5 ലക്ഷത്തോളം അനുയായികളോടൊപ്പം വന്ന് ദീക്ഷയെടുത്ത സ്ഥലം. ഈ പല സമയങ്ങളിലും വരാറുണ്ടോ ഇവിടെ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആണോ? നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എന്താണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്? ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ലോൺലി മനസ്സിൻ്റെ ഒരു സുഖം തോന്നുന്നുണ്ട്. നല്ലൊരു നമ്മുടെ പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലുകളും അദ്ദേഹത്തോടുള്ള ബഹുമാനവും ഉള്ളിൽ കിടന്ന നല്ല ഒരു അറ്റ്മോസ്ഫിയർ, ശാന്തി വരുന്നുണ്ടല്ലേ, പീസ്ഫുള്ളാണ്. എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ചാനലിന് വേണ്ടിയിട്ട്, കൈരളി പീപ്പിൾ ചാനലിന് വേണ്ടി ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ മറുനാട്ടിൽ കിടക്കുന്ന മലയാളികളെ നിങ്ങൾ ഓർക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായും സന്തോഷമുണ്ട്. താങ്ക് യു വെരി മച്ച്. Nora and Fancy, a heaven of ornaments and fancy items at affordable price. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy brighten the beauty in you. Nora and Fancy, near Hotel Sagara, ground floor, TN Samruddhi, Vaidakad, Trivandrum. Mobile 9633685838. മൊബൈൽ കിങ്, ബേസ്മെന്റ്, പെൻഡാമേനക, എറണാകുളം. മൊബൈൽ ഫോണുകളുടെ അതിവിശാലമായ ഷോറൂം. മൊബൈലുകളുടെ ജനപ്രിയ ബ്രാൻഡുകളായ നോക്കിയ, സോണി എറിക്സൺ, ഒനിഡ, വീഡിയോകോൺ, ഫ്ലൈ, സാംസങ്, LG, HTC, ബ്ലാക്ക്ബെറി എന്നീ കമ്പനികളുടെ എല്ലാവിധ മോഡലുകളും ലഭ്യമാകുന്ന എറണാകുളത്തെ വിശ്വസ്ത സ്ഥാപനം മൊബൈൽ കിങ്, ബേസ്മെന്റ്, പെൻഡാമേനക, എറണാകുളം. A heaven of ornaments and fancy items. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy, TN Samruddhi, Vaidakad, Trivandrum. ഇത് NP ലാലിസനും ഭാര്യ രത്നവല്ലിയും 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി അന്വേഷിച്ച് ബിലായിയിലെത്തുകയും തൻ്റെ കഠിന പ്രയത്നവും ജോലിയോടുള്ള ആത്മാർത്ഥതയും കൊണ്ട് ഇന്ത്യയുടെ ഉരുക്ക് നഗരമായ ബിലായിയിൽ ശക്തനായ ഒരു വ്യവസായിയായി മാറിയ കഥ പറയുകയാണ് NP ലാലിസൻ. ലളിതമായ ജീവിതശൈലിയും എല്ലാവിധ മാനുഷിക മൂല്യങ്ങൾക്കും വില നൽകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയും സത്യസന്ധമായ ജീവിതശൈലിയുമുള്ള ഒരു വ്യവസായിയാണ് NP ലാലിസൻ. പറയുന്ന വാക്ക് നിറവേറ്റാൻ കഴിഞ്ഞാൽ ഏതൊരു വ്യവസായത്തിലും വിജയിക്കുവാൻ കഴിയുമെന്ന് ശ്രീ NP ലാലിസന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.